ആണോ? എങ്ങനെയുണ്ടല്ലോ ചുമക്ക്? കുറവുണ്ടോ? ആ അപ്പൊ നീ വൈകുന്നേരം ഇങ്ങോട്ട് വരൂ. ആ സിദ്ധു വിളിക്കാൻ വരൂ. ഓക്കെ ശരി ശരി, എന്നാ ശരിയടി. ഓക്കെ. ആരമ്മായി? ചേച്ചിയാ? എന്താ പറഞ്ഞേ? ഇന്ന് വരുമോ? വൈകുന്നേരം വരും. അളയം വിളിക്കാൻ പോവോ? ഇല്ല ഇല്ല, അവള് പറയണേ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ വണ്ടി കൊണ്ട് ഓടണ്ട, അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരാം. എനിക്ക് വയ്യ. അമ്മ ഒന്ന് കണ്ണു തുറന്നു പിടിച്ച് രണ്ട് കണ്ണു. എന്ത് പറ്റി? ഉറുമ്പ് അടിച്ചാ? ഇല്ലടാ, ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ണ്. മറ്റേതാ കണ്ണിക്കടിയാ? കക്കോട്ടി നമ്മളെ പകരണല്ലേ? അമ്മായി, ഞാൻ പടവലത്തോട്ടൊന്ന് വിട്ടാലോ എന്നിങ്ങനെ ആലോചിക്കാം. എന്തിന്? സംഭവേ പടവലത്തെ കാരണവരിപ്പൊ ഞാനാണല്ലോ. ആരെന്ന്? കാരണവര് കരിച്ചൻ. പടവലത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണതേ. ഈ ചക്ക, മാങ്ങ, തേങ്ങ അതൊക്കെ എടുത്ത് വിൽക്കണതും പണിക്കാർക്ക് കാശ് വരെ കൊടുക്കണത് ആരാ? പൈസ മുക്കുന്നത് ആരാ? അങ്ങനൊന്നും പറയല്ലേ അമ്മായി. ആശീർവാദല്ലേ? നീ ഇപ്രാവശ്യം പടവലത്ത് പോയപ്പോഴേ കൊറേ പാക്കൊക്കെ പെറുക്കി കൊടുത്തായിരുന്നല്ലോ, അതിനെ കുറിച്ചൊന്നും നീ പറഞ്ഞില്ല. പാക്കാ? അതിപ്പോ 4-3 വെട്ട് പാക്ക അത് തറ വീണ് കിടന്നത്, പഴുത്ത് കിടക്കായിരുന്നു. അതുകൊണ്ട് വലിയ വിലയൊന്നും കിട്ടിയില്ല അമ്മൂമ്മ. ഉണക്കായിരുന്നെങ്കിൽ പിന്നെ വില വല്ലതും കിട്ടിപ്പോയേനെ. ആര് പറഞ്ഞു? പച്ചപ്പാക്കിനുണ്ട് 50 രൂപ 60 രൂപ. കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നൊക്കെ കൊള്ളാം, എല്ലാത്തിനും ഒരു കൃത്യത വേണം. കൃത്യതയൊക്കെ കറക്റ്റാണ് അമ്മൂമ്മ. നമ്മുടെ കണക്ക് അങ്ങനെ തെറ്റില്ല. കൃത്യത ആർക്ക്? യവനാ? ഞാൻ പോണേ. ഓണമോക്കിന് നേഴ്സിന് വെച്ചിട്ട് പോവാണല്ല അമ്മായിയെ? അല്ലമ്മ, ആ കാര്യമൊക്കെ കൃത്യമാണ്, അല്ലാതെ വേറെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. എന്തിനാണ് അമ്മൂമ്മയും കൊച്ചുമോനും കൂടെ ഒരു സംസാരം? ചുമ്മാ ഞങ്ങള് പടവലത്തെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അല്ലടേ, ഞാൻ പറയായിരുന്നേ, ഈ കണക്കിന്റെ കാര്യത്തില് കൃത്യമാണല്ലോ ഞാൻ. അതായത് ഇപ്പൊ നമ്മൾ ഈ എന്താ പറയണ റബ്ബർ ഷീറ്റ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ വിൽക്കൂലേ, അപ്പൊ ഈ 100 ഗ്രാമിന്റെ വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റിൽ വ്യത്യാസമൊക്കെ വരും. അതുവരെ ഞാൻ ബില്ലിട്ട് അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും അല്ലേ അമ്മൂമ്മ? അതെ അതെ, ഇപ്രാവശ്യേ ഒരു 3 കൊല വെട്ടി വിറ്റായിരുന്നു, അതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഉമേഷ് ചേട്ടൻ പറഞ്ഞു അത് 3 കൊല, പിഞ്ചു കൊല അവിടെ ഒടിഞ്ഞു കിടന്ന വാഴക്കകത്തു. പിന്നെ എന്തിനാണ് അങ്ങനെ തന്നെ വെട്ടി ഞാനും കൊടുത്ത് പാളയം കൂടായി. വലിയ വിലയൊന്നും കിട്ടി. പിന്നെ അവിടെ കുറച്ച് ഇഷ്ടം പോലെ മാങ്ങാ നിപ്പുണ്ട്. ആവശ്യത്തിനുള്ളത്, നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി കൊടുത്ത് കാശ് മേടിക്കണം. കാശ് എന്നെ ഏൽപ്പിക്കണം. അല്ല, ഏൽപ്പിക്കണം. ഓ അമ്മൂമ്മ, സിമ്പിൾ പരിപാടിയല്ലേ. ഞാൻ പിന്നെ ബാക്കി പൈസ ഒക്കെ ഏൽപ്പിക്കാത്ത പോലെ. അതെ, ഉമേഷ് ചേട്ടനെ ഒന്ന് ഫോൺ വിളിക്കണോ? അയ്യോ അളിയാ, മാങ്ങയും ചക്കയൊക്കെ വിറ്റ് കാശ് കുറെ ഉണ്ടാക്കണുണ്ട്. അങ്ങനൊന്നും ഇല്ലല്ലേ, ചുമ്മാ നമ്മളീ പോക്ക് വരവേന് എന്തെങ്കിലും കൈ ഇരിക്കണ്ടേ, അത്രേ ഉള്ളൂ. കുറച്ചൊക്കെ നമുക്ക് താടാ. കാശ് കുറെ ഉണ്ടാക്കണില്ലേ? അട്ടിക്കണക്കിന് അടുക്കി വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ നിന്നെ കുറിച്ചൊരു കാര്യം ഞാൻ കേട്ടു, അതുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഉമേഷ് ചേട്ടൻ വഴി അറിഞ്ഞതാ. പടവലത്ത് പോകുമ്പോ നീ നിന്റെ പയ്യന്മാര് സെറ്റ് ആയിട്ടല്ലേ അങ്ങോട്ട് പോണേ? അതാ, അത് ചില സമയം നമ്മുടെ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞാണ് എന്നെ ഒന്ന് സഹായിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. സഹായിക്കാൻ? എന്ത് സഹായടാ? എന്ത് സഹായം? പറമ്പിലൊക്കെ ഓടിയിടുന്ന തേങ്ങ മാങ്ങയൊക്കെ പറക്കണ്ടേ? പണിക്കാരാകുമ്പോ പണിക്കാരെ കാശ് കൊടുക്കണം. വരുമ്പോ നേച്ചയുടെ വാളകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൂടെ വരൂല്ലേ? അങ്ങനെ ഞാൻ കേട്ടതേ, ആറ്റു തീരത്തിരുന്ന് പയ്യന്മാരായിട്ട് ചില്ലൊക്കെ ചെയ്ത് ഒരു ബിയറൊക്കെ അങ്ങ് അടിച്ചിരിക്കുകന്നാണല്ലോ. ബിയറാ? എന്നാരും പറഞ്ഞേ? അല്ല, ഈ പ്രായത്തിലുള്ള പിള്ളേർ ഒരു ബിയറൊക്കെ കഴിക്കുന്നത്. ഞാൻ അങ്ങനൊന്നുമില്ല. ചേച്ചി പോളെ അവിടുന്ന്. നീ അത്രയ്ക്കങ്ങ് ഡീസന്റ് ആവല്ലടാ. അളയാ, ഇപ്പൊ തമാശക്കൊന്നും പറയല്ലേ കേട്ടാ. നമുക്ക് ആ പരിപാടി ഒന്നും ഇല്ല, ഇവിടെ പിള്ളേർക്കും ഇല്ല. അതല്ല കേട്ടത്. ആരെങ്ങനെ എവിടുന്ന് കേട്ടെന്ന്? ഉമേശണ്ണ ഞാൻ വിളിച്ചോളാം, അത് വേറെ അല്ലേ? അത് കൊള്ളാം. കേസോ കട്ടൻ ചായ.
എന്താ ഇത് തെളിഞ്ഞോ? തെളിഞ്ഞു കിടക്കണല്ലോ. മധുരം ഇട്ടായിരുന്നോ? ஆமா கொஞ்சம் தான் போட்டிருக்கேன். ചൂട് பாகமாத்தான் இருக்கு. പാകമോ ഇതോ? உனக்கு தானே சூடு நல்லா பிடிக்கும். പക്ഷെ കടുപ്പില്ല കേട്ടോ. நீ தானே சொன்ன லைட் டீ வேணும்னு. ഇത്രയും ലൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. உனக்கு வேற ஏதா வேணுமாடா? വേണ്ട ആന്റി. கேசு நீ சாப்பிடல, சாப்பாடு எடுக்கட்டா? വേണ്ട ആന്റി. அப்படின்னா நான் வேற ஏதாவது ஸ்நாக்ஸ் எடுக்கட்டா? വേണ്ട. என்னடா இது, ஏதாவது சொல்லுடா. ആന്റി ഞാൻ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, ഇത് കഴിഞ്ഞിട്ട് പോരെ? நான் டிஸ்டர்ப் செய்யறேனா? அப்படின்னா நான் டிஸ்டர்ப் செய்யல, நான் போறேன். നല്ല കാര്യം. உனக்கு ஏதா வேணுமா சித்து? എനിക്ക് യഥാവത് വേണ്ട ആന്റി. അളിയാ ഓ പടവലത്തെ കണക്കപ്പിള്ള കണക്ക് നോക്കുക. അങ്ങനൊന്നും ഇല്ലല്ലേ, എന്നാലും കണക്ക് നമ്മൾ നോക്കണ്ട, അല്ലേ ശരിയാവില്ലല്ലോ. എടാ ഇങ്ങനെ പേപ്പറിൽ കുത്തി കുറിക്കേണ്ട കാര്യമുണ്ടോ? മൊബൈലിൽ നോട്ട് വെച്ചാ പോരെ? അത് അമ്മൂമ്മക്ക് ഇങ്ങനെ കണക്ക് എഴുതി ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. പേപ്പറിലെ കള്ളക്കണക്കല്ലേ? എഴുതി പോളെ അവിടുന്ന്. അല്ലേ ഇതേ സംഭവം എന്തെന്ന് വെച്ചാലേ, നമ്മുടെ അവിടെ കുറച്ച് വിറക് കിടന്നു, ഒരു പിക്കപ്പിനുള്ള വിറക്. അത് നമ്മുടെ വിഷ്ണു ഹോട്ടലിലോട്ട് കൊണ്ടുപോയി. പക്ഷെ അവന്മാർ ഇതുവരെയായിട്ടും കാശ് തന്നിട്ടില്ല. 2-3 ദിവസമായി. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് സംസാരിക്കണം, വിളിച്ച് അതിന്റെ കാര്യം വിചാരിച്ചിട്ടിരിക്കുക. അളിയാ അളിയന് ഇന്നെന്താ പരിപാടി? എനിക്ക് പരിപാടി എന്ന് പറയാൻ എന്തൊരു കണക്ക് എഴുതിക്കൊണ്ടിരിക്കണം, അത് തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. എന്താണേലും ഇന്ന് ലെറ്റേഴ്സ് വരാൻ വൈകിട്ടാവും. നമുക്കൊരു കാര്യം ചെയ്താലോ? കണക്ക് കാര്യങ്ങളെല്ലാം പടവലത്ത് പോയിരുന്നു എഴുതിയാലോ? അതിന്റെ കൂടെ നമ്മൾ ഇന്ന് വിഷ്ണു ഹോട്ടലിൽ പോകുന്നു, നീ പറഞ്ഞ വിറകിന്റെ കാര്യം ചോദിക്കുന്നു, അവിടെ നൂണ് കഴിക്കുന്നു, ഊണിന്റെ കൂടെ ബീഫ് കറി മേടിക്കുന്നു, കഴിക്കുന്നു. ഏത് சித்து, விஷ்ணு ஹோட்டல் தானே? அங்கத்த சாப்பாடு ரொம்ப அருமையா இருக்கும், சாப்பிட வேண்டியது. പക്ഷേ വേണ്ടല്ലേ, ഞാൻ വിചാരിച്ച് പോവാന്ന് വിചാരിച്ചു, പക്ഷെ സെറ്റ് ആവില്ല, ഇത്ര നേരമായില്ലേ. ഇനിയിപ്പോ ഇന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഞഞ്ഞാവിഞ്ഞായിരിക്കും. എടാ അവിടെ പോയിരുന്ന് കണക്ക് നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും, അതുകൊണ്ട് പറഞ്ഞതാ. എടാ പോവാടാ വാടാ. டே கேசு, என்னடா இது? சித்து ஆசைப்பட்டான்ல, கூட்டிட்டு போடா. കൂട്ടിട്ട് പോവാനാ? നമുക്ക് ആലോചിക്കാളെ, ആദ്യം കണക്ക് എഴുതി കഴിയിട്ട്. போறதா இருந்தா எங்கிட்ட சொல்லுங்க, அரிசி கம்மியா போட்டா போதும்ல. പറയാട്ടോ. போயிட்டு வா. അളിയാ നമുക്കേ വിഷ്ണു ഹോട്ടലിൽ നിന്ന് നല്ല ഊണ്, ബീഫ് കറി ഒക്കെ പാർസൽ എടുത്തിട്ട് പടവലത്ത് ആറ്റുതീരത്ത് പോയി ഇരുന്ന് കഴിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? എടാ ഒരു ചേഞ്ച് അല്ലേ, ഇതൊക്കെ ഒരു രസമല്ലേ? ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് അവിടെ പോയി കഴിക്കണേ. ആ പ്രകൃതിപരമായിട്ട് ആറ്റുതീരൊക്കെ നോക്കി കഴിക്കുമ്പോ നല്ല വൈബാ. കൂട്ടത്തി 2 ബിയറും. എടാ കൂട്ടത്തിൽ 2 ബിയറും. അങ്ങനെ വരട്ടെ. ചുരുക്കാൻ പറഞ്ഞ അളിയൻ ഇപ്പൊ ബിയർ അടിക്കണം അല്ലേ? എനിക്ക് മാത്രം അല്ലടാ, നിനക്കും നിനക്കും എനിക്കാ. അളിയ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ചുമ്മാ എന്താ അമ്മായി അമ്മായിയാ? എന്താ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ നീ? അല്ല ഉണ്ട്, പിന്നെ ടക്കനെ പുറകെ വന്നു പേടിച്ചൂല്ലേ? ഓ ഓ ഓ, എന്ത് കാര്യം ഇവിടെ പറഞ്ഞോടുന്ന? എന്ത് കാര്യം? എന്ത് കാര്യം? ഒരു കാര്യമില്ലല്ലോ. അല്ല പെട്ടെന്ന് നിർത്തി. ഞങ്ങൾ നിർത്തി ഇല്ല, ഒരു കാര്യമില്ല അമ്മായി. നമ്മളിങ്ങനെ ചുമ്മാ നമ്മളെ ഈ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. സിദ്ധുവേ, ഓ ഇവൻ വല്ല പണിയും ഒപ്പിക്കും, വെറുതെ കൊണ്ടുപോയി തല വെച്ചു കൊടുക്കല്ലേ. എങ്ങനെ ഇരിക്കണ്? ഞാൻ പണിയൊപ്പിക്കും അല്ലേളിയാ? ഞാൻ നന്നായി നന്നായി നന്നായി. ഇവിടെ മിണ്ടാതെ കണക്ക് പോയിക്കൊണ്ടിരുന്ന ഇപ്പൊ നമ്മള് പ്രതി. അതെ, നീ മിണ്ടാതെയാണ് എല്ലാം ചെയ്യണേ. സൈലന്റ് ആയിട്ട് പണി ഒപ്പിക്കും, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഇട്ട് പണി കൊടുക്കും. അത് അമ്മായി പറഞ്ഞത് കറക്റ്റാ. അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണി നടത്താനേ യവൻ കഴിഞ്ഞേ ഉള്ളൂ, മറ്റാരും അല്ലേ? ഞാൻ ഇവിടെ ഇരുന്ന ശരിയാവില്ല, ആളെവിടെ സ്വാമി, ഞാൻ പോണം. നീ അവിടെ പോണം, അവിടെ ഇരി. നമ്മള് ചർച്ച ചെയ്തോണ്ടിരുന്നത് തീരുമാനമായില്ല. ചർച്ചയായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയേക്കാം. അല്ല, ഞാൻ വന്നോണ്ടായിരിക്കും നിങ്ങൾ നിർത്തിയത്. ശരി ശരിയേ, ബൈ 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 ബൈ. അളിയാ എങ്ങനെയാ അപ്പൊ കാര്യങ്ങൾ ബാക്കി? എന്തോന്ന് കാര്യമൊന്നും. വിഷ്ണു ഹോട്ടലിൽ പോകുന്നു, ഊണ്, ബീഫ് കറി, 2 ബിയർ, ആറ്റും തീരം, വൈബ് പൊളിച്ചടക്കി നമ്മൾ തിരിച്ചു വരുന്നു. എന്റെ പൊന്നളിയാ, അളിയന് കഴിക്കണമെങ്കിൽ അളിയൻ കഴിച്ചോ, പ്രശ്നമില്ല. പക്ഷെ അറിയാല്ല, കഴിച്ചു കഴിഞ്ഞാൽ ലച്ച് വെച്ച് പിടിക്കും, പിടിച്ചു കഴിഞ്ഞാൽ ഏറി നിർത്തും. എന്നാ പിന്നെ അളിയന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? സത്യം പറയണ ഈ അളിയന്റെ അടുത്ത്, പറയലേ
നീ ഇതേവരെ ബിയർ കഴിച്ചിട്ടില്ല? സത്യം പറയണ അളിയാ, ഞാൻ ഇവിടെ ആരോട് പറയാനാ? നീ പറഞ്ഞോ? ഇല്ലല്ലേ? ഞാൻ നിർബന്ധിക്കാന്ന് പറഞ്ഞോ, കുഴപ്പമില്ലടാ, എന്റെ അളിയനല്ലടാ നീ. പറ. ആ ഈ കഴിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാല് ചോദിച്ചാ പണ്ടേ പിള്ളേരെല്ലാം കൂടി ഇരുന്ന സമയത്ത് അവന്മാര് ഞാൻ കൊറേ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നീ ഒന്ന് കൂടി ടേസ്റ്റ് അറിയും, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ചിനി നീ കുടിച്ചോ? അല്ലയാ ടേസ്റ്റിന് വേണ്ടി കുറച്ച്, എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നപ്പോൾ തന്നെ അതിനുള്ള എല്ലാം അവിടെ കിട്ടി. ഞാൻ പറഞ്ഞ് അബദ്ധം പറ്റി, കുറച്ച് ടേസ്റ്റ് ചെയ്ത് പോയെന്ന്. പിന്നെ പൊന്നളിയാ അതോടെ നിർത്തി. അങ്ങനെയാണെങ്കിലേ നമുക്കൊന്ന് മനസ്സ് തുറക്കണം. എന്തായിരുന്നു ഇയറടിച്ചോണ്ടേ ഒന്ന് മനസ്സ് തുറക്കണമെന്ന് പിന്നെ പൊന്നളി അടിച്ചൊന്നുമില്ല. നമ്മളെന്ത് പറയണ കഴിഞ്ഞ പരിപാടി അതേ ഉള്ളൂ. എന്താളിയാ ചോദിച്ചതാ. എന്നാലേ ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോയിട്ട് ബാക്കി കണക്ക് ഞാൻ റൂമിൽ ഇരുന്നായിരിക്കും. കള്ളക്കണക്ക് ഒരു സിപ്പല്ലേ? ഇല്ലളിയാ ഇത് മൊത്തം കുടിക്കണം. അതൊരു സിപ്പ്.